നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് താമരശ്ശേരി ചുരത്തിലാണ്. രാത്രിയിലും നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരുമെന്ന് ഇവിടെയുള്ളവരോട് ചോദിച്ചറിയാം. ചേട്ടാ, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. താങ്കളുടെ അഭിപ്രായം എന്താണ്? ആര് അധികാരത്തിൽ വരുമെന്നാണ് താങ്കൾ കരുതുന്നത്? LDF ആണോ? 10 വർഷത്തെ ഭരണം വികസനം മുന്നേറ്റം മുഖ്യമന്ത്രി മിഠായിയാവും പറയാൻ പറ്റില്ല. ടീച്ചറായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കണല്ലോ. അപ്പൊ കേരളത്തിൽ ആര് അധികാരത്തിലെത്തുന്ന പ്രതീക്ഷിക്കുന്നത്? അതൊക്കെ എന്ത് ചോദിക്കാണ്ടോ? കഴിഞ്ഞ 10 വർഷമായി കേരളം ഇതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനോപകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് 2000 രൂപ വീതം 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. 5 ലക്ഷം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വീട് കൊടുത്തു. വയനാട് തന്നെ പോരെ, വയനാട് ടൗൺഷിപ്പിന്റെ ലോകത്തിന് തന്നെ മാതൃകയാണത്. തീർച്ചയായും പിണറായി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും. അപ്പൊ മൂന്നാമതും പിണറായി സർക്കാരിന് അധികാരത്തിൽ വരുന്നതാണ് താങ്കൾ? പിണറായി സർക്കാരല്ല, LDF ഗവൺമെന്റ്. LDF ഗവൺമെന്റ്. മുഖ്യമന്ത്രി ആരാണ്? ഭരണമാറ്റം ഉണ്ടാവില്ല. ഭരണമാറ്റം ഉണ്ടാവും, തുടർ ഭരണമായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ കേരളത്തില്. അപ്പൊ ആര് അധികാരത്തിൽ വരുന്ന പ്രതീക്ഷ? UDF തന്നെ. 10 വർഷത്തെ LDF ഭരണം അവസാനിക്കുന്നതാണോ താങ്കൾ പറയുന്നത്? കഴിഞ്ഞ 5 വർഷം മുന്നേ ആഗ്രഹിച്ചാണ്, ഈ പ്രാവശ്യം അത് വരുന്നു. അങ്ങനെയാണോ പറയുന്നത്? അപ്പം ഭരണം തന്നെ കഴിഞ്ഞ 5 കൊല്ലം നമ്മള് അനുഭവിച്ച്, പിന്നെ 5 കൊല്ലം അനുഭവിച്ച്, പിന്നെ അങ്ങോട്ട് മാറണ്ടേ. ഒരു മാറ്റമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നല്ല മാറ്റം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാറ്റം അനിവാര്യമാണ്, അതേ പറയാനുള്ളൂ. മാറ്റം വരണം, നാട് മാറണം, അല്ലേ? വികസനം വേണം. അപ്പം LDF ഭരണകാലത്ത് വികസനം അല്ലാന്നാണ് താങ്കൾ പറയുന്നത്? വികസനം ഉണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്താണ്, ഭരണം മാറണം, എന്നാലേ പുതിയ ആൾക്കാർ വരട്ടെ. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാ, ഭരണം മാറിയാലല്ലേ നമുക്ക് ഓരോന്ന് അടുത്ത ചേഞ്ചുകൾ എന്തൊക്കെയാന്ന് മനസ്സിലാവുള്ളൂ. ഓരോരോ വികസനം ഇനി മാറാണെങ്കിൽ ഇപ്പൊ UDF വരാണെങ്കിൽ അടുത്ത എന്തൊക്കെ കൊണ്ടുവരാന്ന് നമുക്ക് കണ്ടറിയാം. 10 വർഷത്തെ LDF ഭരണം ഒരു മാറ്റത്തിന് വേണ്ടി മാറണം എന്നാണ് താങ്കൾ പറയുന്നത്? മാറണം, മാറിയാലല്ലേ അടുത്ത നമ്മളിപ്പോ അടുത്ത ജനറേഷനിൽ എന്തെങ്കിലും കിട്ടാണ്ടൊക്കെ കിട്ടുള്ളൂ, അല്ലെ? ജനറേഷന് വേണ്ടി ഭരണം മാറുന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, ഇതുവരെ ഇപ്പൊ LDF അല്ലേ ഭരിച്ചത്. നീ UDFന് കൊടുത്താലല്ലേ ഇനി അടുത്ത എന്തൊക്കെ മനസ്സിലാവുള്ളൂ. കേരളത്തിലൊരു ഭരണമാറ്റം താങ്കൾ ആഗ്രഹിക്കുന്നു? ഉണ്ട്, ഭരണം മാറണം. ചേട്ടാ, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പോ താങ്കൾക്ക് ഇവിടെ ആര് അധികാരത്തിൽ വരുമെന്നാണ് തോന്നുന്നത്? പ്രതീക്ഷ, താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഇപ്പോഴത്തെ ഭരണ സംവിധാനങ്ങളും ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ UDF അധികാരത്തിൽ വരുന്ന തന്നെയാണ് പ്രതീക്ഷ. കാരണം ഈ 5 വർഷം LDF ഭരിച്ച്, വീണ്ടും 5 വർഷം ഭരിച്ച്, ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും UDFിലേക്ക് തന്നെയായിരിക്കും. കേരളത്തിലത്തെ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉറപ്പ്. ഇനിയൊരു മാറ്റം വരിക നോക്കാം നമുക്ക്. ഇനി വീണ്ടും ഇവരെന്നെ ആവർത്തിക്കുമോ? ഇവരാവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ താങ്കൾ പറയുന്നത് 10 വർഷത്തെ LDF ഭരണം അവസാനിക്കുമെന്നാണോ? തീർച്ചയായിട്ടും ചിലപ്പോൾ അവസാനിച്ചെന്ന് വരും. കാരണം ഈ 10 വർഷം ജനങ്ങളെ അധികാരം കയറ്റിയതാണ്. ഇനിയൊരു മാറ്റം ജനങ്ങൾ തീരുമാനിക്കും എന്തായാലും. അപ്പൊ താങ്കളുടെ പ്രതീക്ഷ UDF ഭരണത്തിൽ വരുമെന്നാണല്ലേ? അധികാരത്തിലേക്ക് വരും. ഒരു ജനങ്ങളുടെ ഹൃദയമെടുപ്പ് അങ്ങനെയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. തെരഞ്ഞെടുപ്പാണല്ലോ വരുന്നത്. അപ്പൊ കേരളത്തിൽ ആര് അധികാരത്തിലെത്തുന്ന പ്രതീക്ഷിക്കുന്നത്? സംശയമൊന്നുമില്ല, ഇടതുപക്ഷം തന്നെ മൂന്നാമതും അധികാരത്തിലെത്തും. പിണറായി മൂന്നാമത് മുഖ്യമന്ത്രി ആവുമെന്നാണ് പറയുന്നത്? അത് പാർട്ടി തീരുമാനിക്കുമല്ലോ. തുടർ ഭരണം ഉറപ്പാണ്? അപ്പോ ചാൻസ് കൂടുതലാണ്, 99% ചാൻസ് ഉണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ തിരിച്ചടിയൊക്കെ നേരിട്ടല്ലോ LDFന്. ഇത് നിയമസഭയല്ലേ, വീണ്ടും LDFന് അധികാരത്തിലെത്തുന്ന പറയുന്നത്? അതിനാണ് ചാൻസ് ഉള്ളത്. കാരണം സാഹചര്യങ്ങളും സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളും വെച്ചിട്ട് ജനങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ 99% ചാൻസ് LDFന് തന്നെ. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പം കേരളത്തിൽ ആര് അധികാരത്തിലെത്തുന്ന പ്രതീക്ഷിക്കുന്നത്? ഇപ്പോഴത്തെ ഭരണത്തെ അനുസരിച്ച് നോക്കുമ്പോൾ UDF വരാനാണ് സാധ്യത ഉള്ളത്. 10 വർഷത്തെ LDF ഭരണം അവസാനിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മതിയായല്ലോ എല്ലാം കൊണ്ടും.